എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ തേങ്ങ ചിരകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ 2 മുറിയും നല്ലതുപോലെ ചിരകി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ടുള്ള തേങ്ങാപ്പീര ബാക്കിയുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ എടുത്തിരിക്കുന്ന തേങ്ങയുടെ പാല് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ആ ഒരു തേങ്ങാപ്പാൽ നമുക്ക് കറിക്കോ പായസത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ സാധാരണ നമ്മൾ പായസമോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ടുള്ള തേങ്ങയുടെ പിണ്ടി ഇതുപോലെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി കേട്ടോ. തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുത്തതിന് ശേഷമുള്ളതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി എങ്ങനെയാണ് ഈ ലഡു തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. നല്ലതുപോലെ പിഴിഞ്ഞെടുക്കാൻ മറക്കരുത്. അടുത്തതായിട്ട് ഒരു പാനിനകത്തോട്ടേക്ക് 2 ക്യൂബ്, ഒരു അത്യാവശ്യം വലിയ 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തേങ്ങ അനുസരിച്ചിട്ട് മധുരത്തിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ശർക്കരയിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും. എന്നിട്ട് ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം. കല്ലൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ശർക്കരപ്പാനിയുടെ പാകം എന്ന് പറയുന്നത് ഒറ്റനൂൽ പാകത്തിന് തയ്യാറാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ ഈ ലഡു നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇത് കണ്ടോ, ഒറ്റനൂൽ പാകത്തിന് തയ്യാറായിട്ടുണ്ട്. ഇനി ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തോട്ടേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ നമുക്ക് ഏലക്കയുടെ കുരും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചിട്ടുള്ളത് ഒരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റെങ്കിലും ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ശർക്കരപ്പാനിക്ക് ഒന്ന് തിളച്ച് വരുന്ന ഒരു പാകത്തിൽ വേണം നമ്മൾ റെഡിയാക്കിയെടുക്കാൻ. ഇതിലോട്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഒരു 2 ടീസ്പൂണോളം നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. പശുവിൻ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതൊരിക്കലും ഡ്രൈ ആകുന്ന രീതിയിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കരുത്. കുറച്ചൊന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പാകത്തിൽ വേണം നമുക്ക് കിട്ടാൻ. ചൂടാറിയതിന് ശേഷം ഇത് നല്ലതുപോലെ ചൂടാറി വന്നതിന് ശേഷം നമുക്ക് കയ്യിൽ വെച്ചിട്ട് ലഡു പോലെ റോൾ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആ തേങ്ങ നമ്മൾ പാല് പിഴിഞ്ഞെടുക്കുന്നതും അതുപോലെ തന്നെ ശർക്കരപ്പാനിയുടെ ഒറ്റനൂൽ പാകവും ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നട്ട്സൊക്കെ പൊടിച്ച് ചേർത്തിട്ട് അങ്ങനെ വേണമെങ്കിലും റെഡിയാക്കിയെടുക്കാം. അപ്പോഴാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.